guys, അപ്പോൾ വെൽക്കം ടു മോസ്കോ ഗെയിമിംഗ്. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇതിൻ്റെ പാർട്ട് വന്നിട്ടായിരുന്നു. അത് കാണാത്തവരെ കണ്ടിട്ട് വരാം. നമ്മളിപ്പോൾ ന്യൂ ഷാർക്കിനെ എടുക്കാൻ വച്ചായിരുന്നു, ഡെവലപ്പ് ആവാൻ വേണ്ടിയിട്ടായിരുന്നു. വീഡിയോ ലോങ് ആയതുകൊണ്ടാണ് വീഡിയോ നടത്തിയത്. വീഡിയോ ഒരുപാട് ലോങ് ആയിപ്പോയി, അതായിരുന്നു. നമുക്ക് മണി ആവാറായി. ഇനി ഒരു 2K കൂടെ മതി. 5,000 ഓക്കെ, നമുക്ക് കളിച്ച് ബാക്കി പൈസയും ലെവൽ 10 ആക്കാം. ഇനി ന്യൂ ഷാർക്കിനെ എടുക്കാൻ പോവാണ് ഗൈസ്. ഓക്കെ, വാലന്റൈൻസിൻ്റെ ഇത് ഇപ്പോഴും പോയില്ല കേട്ടോ. ഞാൻ ടോക്കണൊക്കെ പോയെന്ന്. വാലന്റൈൻസ് ഡേ കഴിഞ്ഞ് ഒരുപാട് നാളായി. ടോക്കൺസ് ഒന്നും പോയില്ല. ഇത് വലിയ ഷാർക്കാകുമ്പോൾ ലെവലപ്പ് ആകാൻ ഭയങ്കര ടൈം എടുക്കണം ഗൈസ്. ആദ്യത്തെ ഷാർക്ക് പെട്ടെന്ന് ഡെവലപ്പായിരുന്നു. ഇപ്പൊ ഭയങ്കര ഹാർഡാണ് ഗൈസ് ഡെവലപ്പ് ആകാൻ. പിന്നെ 9 ലെവൽ 9 ഗോൾഡ് റഷ് ആയി. ഓക്കെ, നമുക്ക് ഈ പോർട്ടലിൽ കൂടെ പോവാം. പോർട്ടൽ പോയിരുന്നു. ഇത് ഐസ്ലാൻഡ് ടൈറ്റാനിക്. ഒക്കെ ഓക്കെ, എവിടെ ഫുൾ ഫുഡാണ് ഐസ്. മുകളിലൂടെ വിമാനമൊക്കെ പറക്കുന്നുണ്ട്. ഫുൾ ഇതാണല്ലോ ഡയമണ്ട് ഫിഷ്. വിമാനം ഏറ്റവും മുകളിൽ നിന്ന് കീഴോട്ടൊക്കെ വെട്ടിവയ്ക്കുന്നു. പോകാൻ പറ്റുന്നില്ല. വെടി ഇപ്പൊ ഞാൻ നിൽക്കൂ, നമ്മളിങ്ങനെ ഡെഡ് ആവും ഗൈസ്. വിമാനം വെടി നടക്കുന്നില്ല. ഇപ്പം ഗോൾഡ് റഷായി. ഒരു വേറെ ഷാർക്കൊക്കെ ഉണ്ട് ഇവിടെ. വേറെ ഷാർക്കൊക്കെ ആണ്. ഐസായിട്ടുള്ള സ്ഥലമാണിത്. ഇവിടെ ഷാർക്ക് നേരത്തെ ഷാർക്കൊക്കെ ഒരുപാടുണ്ട്. ഇപ്പോൾ ന്യൂ ഷാർക്ക് എന്നതിലുണ്ട്. നമുക്ക് കല്ലൊക്കെ പൊട്ടിക്കാം ഗൈസ്, ചെറിയ ചെറിയ കല്ലൊക്കെ. ഷാർക്ക് നൈസായിട്ട് ഇറിറ്റേറ്റ് ചെയ്യുന്നു. നമ്മൾ ചെറിയ ഷാർക്ക് ആയതുകൊണ്ട് ഇങ്ങനെ വലിയ വലിയ ഫിഷിനൊക്കെ തിന്നാണ് പെട്ടെന്ന് ഡെവലപ്പ് ആവാം. ഇതിങ്ങനെ വലുതിനൊന്നും തിന്നാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ടാണ് ലെവലപ്പ് ആവാൻ സ്ലോ ആവുന്നത്. പിന്നെ അതുകൊണ്ടാണ് നമ്മൾ 10 ആവാറായി. പെട്ടെന്ന് 10 ആവും. ഏത് ടൈമിൽ വേണമെങ്കിലും 10 ആവാം. പക്ഷെ 10 ആയിട്ട് കാര്യമില്ലല്ലോ, മണി വേണ്ടേ? മണി ആയില്ല ഇതുവരെ. ഗോൾഡ് റഷ് മാക്സിമം മണി എടുക്കണം ഗൈസ്. ഗോൾഡ് റഷ് പിന്നെ ഒരുപാട് മണി കിട്ടണം നമുക്ക്. അറ്റൈമിൽ മാക്സിമം നമ്മൾ വാരണം. ലെവൽ 10 ആയി. നമ്മൾ ന്യൂ ഷാർക്ക് അൺലോക്കായി. പക്ഷെ അതിന് വീണ്ടും ഗോൾഡ് റഷ് എത്ര പെട്ടെന്നായി. ഇനി മണി ആക്കണം. ഇവിടെ വേറെ ഷാർക്കും ഇല്ല. വേറെ ഷാർക്കുണ്ടെങ്കിൽ പെട്ടെന്നാവാൻ പറ്റത്തുള്ളൂ. ഡെവലപ്പ് ആണെങ്കിൽ ഗോൾഡ് റഷ് ആയ ടൈമിൽ വലിയ ഷാർക്കിനെ നമുക്ക് തിന്നാൻ പറ്റും. പക്ഷേ ഈ ഗോൾഡ് റഷ് ആയ ടൈമിൽ ഷാർക്കിനെയും കിട്ടണം, എല്ലാം ഒരുമിച്ച് കിട്ടണം. അപ്പോഴാണ് XP നമുക്ക് പെട്ടെന്ന് കിട്ടാൻ പറ്റുക. വലിയ ഷാർക്കിന് കഴിഞ്ഞാൽ മണിയും പെട്ടെന്ന് കിട്ടും. വലിയ ഷാർക്ക് ഡയമണ്ട് കിട്ടിയില്ല. ഞാൻ ശ്രദ്ധിച്ചില്ല, പെട്ടെന്ന് ഷാർക്കിനെ കണ്ടപ്പോൾ അങ്ങോട്ട് പോയി. ഇപ്പോൾ കണ്ടല്ലോ എന്തൊരു ഫുഡ് കൊടുത്തേ. ഇതിനെ പെട്ടെന്ന് ലെവലപ്പോൾ നിസാണ്. ഇത് പിന്നെ പെട്ടെന്ന് ഗോൾഡ് റഷ് ഇതാകുന്നുണ്ട്. നമുക്ക് 1K മണിയായി ഗൈസ്. ഇനിയൊരു 1K വേണം, അല്ലെ 5K ആകത്തുള്ളൂ. ഇത് തന്നെ പെട്ടെന്നുണ്ട് ഗോൾഡ് റഷ് കൂടുന്നേ. നമ്മളൊരു ടൈമുണ്ട് ഗൈസ്, ഗ്രീൻ കളർ ടൈമുണ്ട്. 5 4 3 2 1. നമ്മൾ പോയി. ഇവിടെ വല്ലതും ഉണ്ടോ തിന്നെ? ഇപ്പോൾ കുറച്ച് ടൈം കണ്ട് വലിയ വലിയ ഷാർക്കൊക്കെ സ്പോണാകും. ഈ ടൈമൊക്കെ ആണ് വലിയ വലിയ ഷാർക്കൊക്കെ സ്പോണാകും.
വലിയ വലിയ ഷാർക്ക് സ്പോണായ ടൈമിൽ ഗോൾഡ് റഷും കിട്ടണം. അപ്പോൾ ആണ് തിന്നാൻ പെട്ടെന്ന് പറ്റത്തുള്ളൂ. ഇത് തിന്നാനും പെട്ടെന്ന് ഇതാവും. ഈ ടൈമിൽ ആണ് ഷാർക്ക് സ്പോൺ ആയത്. വലിയ വലിയ ഷാർക്ക് ഇതാണ് എന്നെ നേരത്തെ കടിച്ചിരുന്നത്. പറഞ്ഞില്ല റിവെഞ്ച് എടുത്ത് ഗൈസ്. കഴിഞ്ഞ എപ്പിസോഡിൽ തന്നെ 2 വട്ടമാണ് വന്നു. 2 വട്ടം. ഇപ്രാവശ്യം ഞാൻ വന്നു. ദിസ് ഈസ് റിവെഞ്ച്. വീണ്ടും ഗോൾഡ് റഷ്. ഇതിന് വലിയ ഷാർക്കൊക്കെ. അപ്പോൾ 2K ആവാറായി. 2K ആവും. ഡയമണ്ട് വെച്ചിന് തിന്നാൻ പറ്റുന്ന ഡയമണ്ട് 5K മണിയായി. ഷാർക്ക് ഞങ്ങളൊക്കെ റെഡി. 1 2 പീസ്. നമ്മൾ അൺലോക്ക് ആയി. ഇതിന് ഇവോൾവ് ചെയ്യാൻ പറ്റും. ഡാർക്ക് ഹാമർ ഹെഡ് ഷാർക്ക് ഡാർക്ക് ഹാമർ ഇവോൾവ് ആക്കാം. നമുക്ക് നെക്സ്റ്റ് ഇതാണ് അൺലോക്ക് ആവേണ്ടത്. അതിന് 15K വേണം. അപ്പോൾ അതൊരുപാട് ടൈം എടുക്കും. ഞാൻ നേരത്തെയോടെ വേറെ ഈ ഷാർക്കിൻ്റെ ആയിരുന്നു ഓഫർ. ഇപ്പോൾ വേറെ ഷാർക്ക് ഓഫറായി. നമുക്ക് ഇത്രയൊക്കെ ഡയമണ്ട് കിട്ടിച്ചാൽ ഷാർക്ക് അൺലോക്ക് ആക്കാം. പെട്ടെന്ന് ഇവിടെ നിന്ന് പെട്ടെന്ന് ഇങ്ങോട്ടാവും ഷാർക്ക്. പിന്നെ മണി ഗ്രൈൻഡ് ആക്കാനൊക്കെ ഭയങ്കര ഈസിയാണ്. പക്ഷെ നിങ്ങൾ ഇതുവരെ കണ്ടിട്ട് ലൈക്ക് ചെയ്തില്ലെങ്കിൽ പോയി ലൈക്ക് ചെയ്തിട്ട് വരാം. ഓക്കെ, ഷാർക്കിന് ഇതിന് കുറച്ച് ഇതാണ് ഇറിറ്റേറ്റ് ചെയ്യുന്ന ഫിഷാണ്. റെഡ് കളർ ഇടക്കിടക്ക് വന്ന് കുത്തിട്ട് പോകും. അപ്പോൾ അത് കഴിഞ്ഞ് തിന്നാൻ പറ്റും നമുക്ക്. ഓക്കെ, നമ്മൾ ഓരോ ഷാർക്ക് എടുക്കുമ്പോൾ സ്പോണിങ് വേറെ വേറെ സ്ഥലത്താണ്. ടോക്കൺസ് എടുത്തേക്കും. ടോക്കൺസ് ആവശ്യം വരും. ഇതിൻ്റെ ഹെൽത്ത് ഇച്ചിരി ഉണ്ട്. ബൂസ്റ്റ് കുറച്ച് കൂടുതലാണ്. ലെവൽ 1 ആണ്. ഇനി ലെവൽ 10 ആവണം. നെക്സ്റ്റ് ഷാർക്ക് ഞാൻ നെക്സ്റ്റ് എപ്പിസോഡിൽ വന്നിടാം. അൺലോക്ക് ആക്കാം. പിന്നെ ഒരുപാട് ഇന്ന് തന്നെ കുറച്ച് മണി ഒപ്പിക്കണം. മിക്കവാറും നെക്സ്റ്റ് എപ്പിസോഡിൽ അൺലോക്ക് ആക്കാൻ പറ്റില്ലായിരിക്കും. കാരണം അത് നല്ല മണി വേണം. ഷാർക്കിന് അൺലോക്ക് ആകാൻ ഒരു എപ്പിസോഡ് വേണ്ടി. മറ്റേ ഷാർക്ക് ഒരുപാട് ടൈം എടുക്കും മിക്കവാറും. ചിലപ്പോൾ ഒരു എപ്പിസോഡ് ഒന്നും തീരില്ല. ഒരു 2 എപ്പിസോഡ് ചിലപ്പോൾ എടുക്കും. ഇതിന് കടിക്കാൻ പറ്റുന്നില്ല. കടിച്ച് ഞാൻ ഡെഡ് ആയാണ് ഇപ്പോൾ. ജസ്റ്റ് മിസ്. നമ്മൾ ലെവലപ്പായി 2 ആയി. ലെവലപ്പായ പോലെ മണിയാണ് വേണ്ടത്. നമ്മുടെ മണി തീരെയില്ല. ഗോൾ കംപ്ലീറ്റ്. അതല്ലേ ഫിഷാണ് എനിക്ക് ഇറിറ്റേറ്റ് ചെയ്യുന്നത്. ജെല്ലി ഫിഷിനെ ഇവിടെ തിന്നാൻ പറ്റുന്ന ഷാർക്കിനെ അൺലോക്ക് ആക്കി ഉണ്ടല്ലോ. ഫുൾ സെറ്റ്. കുറച്ച് ഫിഷുണ്ട്. ഇതാണ് എനിക്ക് ബോറി ഷാർക്ക്. നമുക്കിത് കടിച്ച് തിന്നാൻ ഭയങ്കര പാടാണ്. ഷാർക്ക് നല്ല സ്മൂത്തായിട്ട് കടിക്കും. ഈ ഷാർക്ക് കടിക്കാൻ ഭയങ്കര ഹാർഡാണ്. പിന്നീന്ന് കുത്തണം. മുന്നിൽ കുത്തിയാൽ തിന്നത്തില്ല. നമുക്കാണ് കടി കിട്ടുക. ലെവൽ 3 ആയോ? ഇത്ര പെട്ടെന്ന് ലെവലപ്പ്. ഇപ്പൊ കുറച്ച് മുമ്പല്ലേ ലെവൽ 2 ആയി. ലെവലപ്പ് പെട്ടെന്നാവുന്നത് മണി ആവശ്യമായി. നമുക്ക് 1K മണിയായി. ലെവൽ 3 ആയി. ഇവനെടുക്കണം. അത് കഴിഞ്ഞിട്ട് ഇവനെടുക്കണം. പിന്നെ അങ്ങോട്ടുള്ളതൊക്കെ കുറച്ച് വലിയ വലിയ ഷാർക്കാ. ഡേ 7 വേറെ ഷാർക്കിനെ നോക്കാം. ഇതാണ് ലാസ്റ്റ്. ഇത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ടുള്ളതൊക്കെ ടൈറ്റൻസ് ആണ്. ക്രാക്കൻ, ലുമിനിറ്റ്, ബെഹമോത്ത്.
ഷാർക്ക് നോറാക്ക്. പിന്നെന്തോ ഡീമൺസ് ഒക്കെ എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയാ. അതിനൊക്കെ എത്ര ഡയമണ്ടാ, എനിക്കാണ് കിട്ടത്തില്ല ഇപ്പം. ഓക്കെ ഗൈസ്, അപ്പോൾ വീഡിയോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു നമുക്ക് നാളെ കാണാം. ബൈ.